അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ വികസനത്തിന് കരുത്തു പകരാനായി കൊച്ചി കോർപ്പറേഷന്റെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഗോശ്രീ പാലം എത്തുന്നതിന് മുമ്പായി മറൈൻ ഡ്രൈവിൽ കൊച്ചി കായലിന് അഭിമുഖമായാണ് 1.75 ലക്ഷം ചതുരശ്രീ അടി വിസ്തീർണത്തിൽ ബഹുനില കോർപ്പറേഷൻ മന്ദിരം ഉയർന്നിരിക്കുന്നത്. 61 കോടി രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന കോർപ്പറേഷൻ മന്ദിരത്തിൽ നിലവിൽ കൗൺസിൽ ഹാൾ, മേയറുടെയും ഡെപ്യൂട്ടി മേയർമാരുടെയും മുറികൾ എന്നിവയാണ് സജ്ജമായിട്ടുള്ളത്. 2005 CM ദിനേശ് മണി മേയറായിരിക്കെയാണ് GCDയുടെ പക്കൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസ് മന്ദിരം നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുത്തിരുന്നത്. അടുത്ത വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും ഇടയ്ക്കെല്ലാം ഇത് മുടങ്ങിയിരുന്നു. ഒടുവിൽ നിലവിലെ മേയർ M. അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതോടുകൂടിയാണ് പദ്ധതിക്ക് ജീവൻ വെച്ചതും മുടങ്ങിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതും. ഞാൻ മേയറായി വരുമ്പോൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരുന്നു. അത് ഏതെങ്കിലും ഒരാളുടെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. 3-4 കൗൺസിലുകൾ ശ്രമിച്ചു. അപ്പോൾ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രയോറിറ്റികളിൽ ഇത് അവസാനമായിരുന്നു. കാരണം ഇത്രയും പെലേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കേണ്ട ഒരു വലിയ പ്രയോറിറ്റി എനിക്ക് തോന്നിയിരുന്നില്ല മറ്റു പല കാര്യങ്ങളെപ്പോലെ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പല ഫേസും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യത്തോടുകൂടി നമ്മുടെ നഗരസഭാ കാര്യാലയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. 1.5 ഏക്കറിൽ ബേസ്മെന്റിന് പുറമെ 6 നിലകളിലായാണ് മന്ദിരം നിലകൊള്ളുന്നത്. മറൈൻ ഡ്രൈവ് രൂപകൽപ്പന ചെയ്ത പ്രസിദ്ധനായ ആർക്കിടെക്ട് കുൽദീപ് സിംഗ് ആണ് പുതിയ കോർപ്പറേഷൻ മന്ദിരവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1-ാം നിലയിലാണ് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവരുടെ മുറികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം കൗൺസിൽ ഹാളും. 82 പേർക്ക് നിലവിൽ ഇരിക്കാവുന്ന അത്യാധുനിക രീതിയിലുള്ള കൗൺസിൽ ഹാളിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സംഖ്യ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകളും ഇതിൽ ഉണ്ട്. ഇതിനു മുകളിലേക്കുള്ള നിലകളിലായാണ് കോർപ്പറേഷന്റെ വിവിധ ഓഫീസുകളും സേവനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ ചരിത്രവും സംസ്കാരവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് താഴത്തെ നില. വൈലോപ്പള്ളി ശ്രീധരമേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള, ഇടപ്പള്ളി രാഘവൻപിള്ള, പണ്ഡിറ്റ് കറുപ്പൻ, റോബർട്ട് ബ്രിസ്റ്റോ, ലോർഡ് വില്ലിംഗ്ടൺ, പ്രൊഫസർ MK സാനു തുടങ്ങിയവരുടെ സ്മരണകൾ ഉയർത്തുന്ന നിർമ്മിതികൾ താഴത്തെ നിലയിൽ കാണാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്, വാട്ടർ മെട്രോ, ബോൾഗാട്ടി പാലസ്, ഹൈക്കോടതി, മംഗളവനം തുടങ്ങിയവയുടെയൊക്കെ ചെറുരൂപങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ കൊച്ചിയുടെ ഭരണശിലാ കേന്ദ്രം കൊച്ചിയുടെ ഭരണചക്രം തിരിക്കുവാനായി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിൽ അനിലിനോടൊപ്പം ഗ്രിഗർ സണ്ണി ജോസഫ്.